ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തുറന്ന മനസ്സോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാഴ്ചപ്പാടുകളെയും മനോഭാവങ്ങളെയും ഒക്കെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം അനുദിനം കടന്നു പോകുന്ന സുപ്രധാനമായ ഒരു പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും പൈശാചികമായ പരീക്ഷണങ്ങളും. പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ ആകുലരാണ്. നമ്മുടെ ടെൻഷൻസ് എല്ലാം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും തന്നെ വിവിധ തര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ പരീക്ഷകൾ അവൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതം പലപ്പോഴും അവനെ തളർത്തുകയും ദൈവത്തിൽ നിന്ന് പോലും അകന്ന് ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്ന വിധത്തിലേക്കൊക്കെ ഒരു മനുഷ്യനെ മാറ്റുകയും ചെയ്യും. സാധാരണ വിധത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളൊരു പദമുണ്ട്, ദൈവം പരീക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നൊരു പദം. നമ്മളത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. ഞാനും പലപ്പോഴും അനേകരത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനൊക്കെയായി വരുന്ന ആളുകൾ പലരും അവരുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വാക്ക് ഒരു അഡീഷൻ പോലെ ചേർത്ത് പറയും, ദൈവം പരീക്ഷിക്കുന്നതാണ്. ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഒരു തോന്നലാണ്. ദൈവം എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണെന്നും നമ്മുടെ വിശ്വാസത്തെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മെ മനസ്സിലാക്കാൻ ദൈവം ഒരു പരിശ്രമം നടത്തും എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളുമൊക്കെ ദൈവം പരീക്ഷിക്കുന്നത് തന്നെയാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇന്ന് ഒരു വചനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാം. ഈ വചനഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളുടെ പ്രലോഭനങ്ങളുടെ കാരണമെന്ത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ തിരുവചനങ്ങൾ. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളും കഷ്ടതകളും ദുഃഖങ്ങളും ആകുന്ന ആ പരീക്ഷകൾ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പരീക്ഷ വരുന്നതല്ല ഭാഗ്യാവസ്ഥ, പരീക്ഷ ഒരുവൻ സഹിക്കുന്നതാണ് ഭാഗ്യാവസ്ഥ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വരുന്നു എന്നുള്ളതല്ല ഭാഗ്യാവസ്ഥ, പരീക്ഷ അയാൾ സഹിക്കാനായി തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണ് പരീക്ഷ ഒരു സഹനമായി മാറുന്നത്? നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ ഒരു സഹനമായി പരിണമിക്കുന്നത് ആ പരീക്ഷയുടെ പിന്നിലുള്ള ദൈവഹിതം കണ്ടെത്തുമ്പോഴാണ്. ആ പരീക്ഷയിലേക്ക് ഞാൻ നയിക്കപ്പെടാനിടയായ കാരണം കണ്ടെത്തി അത് തിരുത്തുമ്പോഴാണ് വാസ്തവത്തിൽ ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൻ്റെ സഹനമായി, അത് എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ വഴിയായി പരിണമിക്കുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? പരീക്ഷ സഹിക്കുന്ന ഒരു മനുഷ്യൻ കൊള്ളാവുന്നവനായി അവൻ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ എന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകൾ, ആ പരീക്ഷയിലുള്ള എൻ്റെ സഹനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, അതിനെ സഹിക്കാനായി നാം തയ്യാറാകണം. സഹിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുള്ള സഹനമുണ്ട്. അതിൻ്റെ ഒരു ആത്മീക അർത്ഥം വേറെയാണ്. പലപ്പോഴും
നമ്മൾ സഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പൊതുവേ കടന്നു വരുന്നൊരു ചിന്ത എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ നിവൃത്തികേടുകൊണ്ട് അങ്ങ് സഹിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വേദനയൊക്കെ അങ്ങ് സഹിക്കുക, അതിൻ്റെ സങ്കടമൊക്കെ ഹൃദയത്തിൽ വഹിക്കുക. നമ്മൾ വിശുദ്ധ മാതാവിനെക്കുറിച്ചൊക്കെ അവിടെ ചേർത്ത് പറയും, മാതാവെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒതുക്കി ആരോടും പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ നമ്മളിങ്ങനെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന അനുഭവമാണ് സഹനം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. എന്നാൽ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന പരീക്ഷയുടെ സഹനം എന്ന് പറയുന്ന അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളെ നിവൃത്തികേടുകൊണ്ട് ഉള്ളിലൊതുക്കി അങ്ങ് സംയമനത്തോടെ ജീവിക്കുന്ന അനുഭവമല്ല വേദപുസ്തകം വിഭാവന ചെയ്യുന്ന പരീക്ഷ സഹിക്കുക എന്ന് പറയുന്ന അനുഭവം. വേദപുസ്തകം വിഭാവന ചെയ്യുന്ന പരീക്ഷയുടെ സഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പരീക്ഷയുടെയും പിന്നിലുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ കണ്ടെത്തുക, കാരണം കണ്ടെത്തി അതിനകത്ത് എനിക്ക് തിരുത്തേണ്ടതായിട്ടുള്ള മേഖലകളുണ്ടാവും. എനിക്ക് തിരുത്തേണ്ട മേഖലകളെ തിരുത്തി ദൈവത്തിൻ്റെ ഹിതം, അതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം കണ്ടെത്തി അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ സഹനം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സപ്രസ് ചെയ്യുന്നത് എന്നെ ഒരിക്കലും ഒരു യഥാർത്ഥ ആത്മീക സഹനത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുകയില്ല. മറിച്ച് എൻ്റെ കഷ്ടതയുടെ പിന്നിലുള്ള ആ ഒരു കാരണം ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ കാരണം, എന്തോ ഒരു കാരണമുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എവിടെയോ ഒരു ശുദ്ധീകരണത്തിൻ്റെ കാരണം കിടക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷകളുടെ നടുവിൽ. നമ്മൾ മനസ്സിലാക്കണം, ഒരു രോഗത്തിൻ്റെ പ്രയാസം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് എന്നിൽ സംഭവിക്കേണ്ട ശുദ്ധീകരണത്തിൻ്റെ ഏതോ ഒരു തലം കിടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും നമ്മൾ അത് സപ്രസ് ചെയ്യുമ്പോൾ നമുക്കത് സാധിക്കാതെ പോകുന്നുണ്ട്. എൻ്റെ കഷ്ടതയെ അങ്ങ് സപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സ്പിരിച്വൽ റീസൺ കണ്ടെത്താനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങളുടെ പരീക്ഷകളിൽ കടന്നു പോകുന്ന പലരെയും യേശുക്രിസ്തു സുഖപ്പെടുത്തുന്നുണ്ട്. അവരെയൊക്കെ സുഖപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണോ, ആ രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണോ, ആ കാരണത്തെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് യേശു രോഗങ്ങളെ പലപ്പോഴും സുഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, പലരുടെയും രോഗത്തിൻ്റെ കാരണം അവരുടെ പാപമാണ്. യേശുക്രിസ്തു രോഗസൗഖ്യം കൊടുക്കുന്ന പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ചിലരുടെയൊക്കെ പാപം മോചിച്ചുകൊണ്ട് അവർക്ക് രോഗസൗഖ്യം കൊടുക്കുന്നു. ചിലർക്കൊക്കെ രോഗസൗഖ്യം കൊടുത്തതിന് ശേഷം പറയുന്നു മേലിൽ പാപം ചെയ്യരുതെന്ന് പറയുന്നു. ക്രിസ്തു കൊടുത്ത 90% സൗഖ്യങ്ങളിലും ഈ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശു ഒരാൾക്ക് ഹീലിംഗ് കൊടുത്തപ്പോൾ വെറുതെ അയാളെ സൗഖ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല ചെയ്തത്. അതിൻ്റെ പിന്നിലുള്ള പാപകാരണത്തെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് അയാളുടെ രോഗവിഷയത്തിൽ നിന്ന് ക്രിസ്തു അയാൾക്ക് വിടുതൽ കൊടുത്തത് എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ രോഗങ്ങളുടെ പിന്നിലും ഒരു പാപകാരണമുണ്ടാകും. ദൈവഹിതത്തിന് വിരുദ്ധമായ നമ്മുടെ ഏതൊക്കെയോ ജീവിതയാത്രകളുടെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാരണത്തെ കണ്ടെത്തി അതിനെ തിരുത്തിയതിന് ശേഷം നമ്മൾ ദൈവത്തിന് സമർപ്പിതമായി ആ ഒരു പരീക്ഷയെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ക്രിസ്തീയ സഹനം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഹൃദയത്തിൽ ഞെക്കി ഒതുക്കി വെക്കുന്നതല്ല എൻ്റെ ജീവിതത്തിൻ്റെ സഹനം. പലരും അങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഹിതമാണെന്നുണ്ടെങ്കിൽ അങ്ങ് സഹിച്ചേക്കാം. പല രോഗികളെ കാണാൻ പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, ദൈവം എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതങ്ങ് സഹിക്കുകയാണ്. അതായത് ദൈവം എന്തോ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൂരത ചെയ്തതുപോലെയാണ്, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഞാൻ വേദനിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് പോലെയാണ്. ദൈവം അങ്ങനെ ഒരു സാഡിസ്റ്റ് ഒന്നും അല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ വേദന സഹിക്കുന്നത് ക്രിസ്തുവിന് വേദനയാണ്. നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് ക്രിസ്തുവിന് വേദനയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് രോഗികളെയൊക്കെ സുഖപ്പെടുത്തിയത് മനസ്സലിവ് നിമിത്തമാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അവൻ അവരോട് മനസ്സലിവ് തോന്നി അവരെ സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് നമ്മൾ ഇങ്ങനെ വേദനിച്ചിരിക്കുന്നത്, കഷ്ടപ്പെട്ടിരിക്കുന്നതൊന്നും കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്.
പക്ഷേ പരസ്യ ശുശ്രൂഷയിലെ ക്രിസ്തു തൻ്റെ മുന്നിൽ വരുന്ന സങ്കടപ്പെടുന്നവരെ, നിരാശപ്പെടുന്നവരെ കണ്ട്, രോഗികളെ കണ്ട് അവരെ ഹീൽ ചെയ്യിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരോട് മനസ്സലിവ് തോന്നി. നമ്മളോടും ക്രിസ്തുവിന് ആ മനസ്സലിവുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അയാൾ രോഗിയായിരിക്കുന്നു എന്ന മനസ്സലിവിനേക്കാൾ ഉപരി അയാളെ ആ രോഗത്തിലേക്ക് നയിച്ച കാരണം അയാൾ അറിയുന്നില്ലല്ലോ എന്ന സങ്കടം ക്രിസ്തുവിനെ ഭരിക്കുന്നുണ്ട്. അത് ക്രിസ്തു കൊടുക്കുന്ന രോഗസൗഖ്യങ്ങൾ പ്രകടമാണ്. കർത്താവ് ഒരാളെ സൗഖ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പാപമായിരുന്നു കാരണം എന്നുള്ളത് അയാളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് കൃത്യമായി ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സൗഖ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ പാപാവസ്ഥയാണ് ഇയാളെ രോഗത്തിലേക്ക് നയിച്ചതെന്ന് അയാളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സങ്കടം എന്ന് പറയുന്നത്, എനിക്ക് ഒരു കഷ്ടത ഉണ്ട്, ആ കഷ്ടതയുടെ പുറകിലുള്ള എൻ്റെ പാപകാരണത്തെ ഞാൻ കണ്ടെത്തുന്നില്ലല്ലോ, ഞാൻ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സങ്കടം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ന് രോഗത്തിലാണോ? ഇന്ന് നിങ്ങൾ പ്രയാസത്തിലാണോ? വിവിധ പരീക്ഷകളിൽ ഭാരപ്പെടുന്ന അവസ്ഥയിലാണോ? നിങ്ങളുടെ ആ പരീക്ഷയുടെ പിന്നിലുള്ള പാപകാരണത്തെ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കണ്ടെത്താതെ പോകുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. നിങ്ങളുടെ രോഗാവസ്ഥയുടെ പിന്നിലുള്ള പാപകാരണത്തെ കണ്ടെത്താതെ നിങ്ങൾ ഒരു ദുരന്ത സമാനമായ ജീവിതം നയിക്കുമ്പോൾ അത് ക്രിസ്തുവിന് വേദന തന്നെയാണ്. നിങ്ങൾ വെറുതെ അങ്ങനെ നിങ്ങളുടെ രോഗത്തെ അങ്ങ് സഹിച്ച് ജീവിക്കാനൊന്നുമല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണത്തെ കണ്ടെത്തി അതിനെ തിരുത്തി നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തന്നെയാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രോഗത്തിൻ്റെ പിന്നിലുള്ള പാപകാരണത്തെ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താനുള്ള ആ മനസ്സ് നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് അതൊരു ദൈവികമായിട്ട് നമ്മുടെ സഹനം പരിവർത്തനപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് നാം കൊള്ളാവുന്നവനായി തെളിയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. പരീക്ഷ സഹിക്കുമ്പോൾ ഞാൻ കൊള്ളാവുന്നവനായി തെളിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പരീക്ഷ വരുമ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള അർത്ഥം. നമ്മളത് മനസ്സിലാക്കണം. പരീക്ഷ സഹിച്ചു കഴിയുമ്പോൾ ഞാൻ കൊള്ളാവുന്നവനായി തെളിയുന്നു എന്ന് പറയുമ്പോൾ ആ പരീക്ഷ വരുന്നതിന് മുമ്പ് എന്നിൽ എവിടെയോ ഒരു കൊള്ളരുതായ്മയുടെ എന്ന് പറഞ്ഞാൽ ഒരു അരുതായ്മയുടെ ഒരു ജീവിതാനുഭവമുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷ എന്നെ കൊള്ളാവുന്നവനായി തെളിയിക്കേണ്ടത്. എന്നിലൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് എൻ്റെ പരീക്ഷ മൂലം സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമായി എന്നിലൊരു അരുതായ്മയുടെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൊള്ളാവുന്നവനായി എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. എന്നിട്ടോ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ പരീക്ഷ കടന്നു വരുമ്പോൾ ഈ ജീവകിരീടം ഞാൻ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എന്തോ നിർണായകമായ ഒരു പ്രശ്നം എൻ്റെ സ്വഭാവത്തിലോ എൻ്റെ ജീവിതയാത്രയിലോ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ തിരിച്ചറിയേണ്ട ഒരു വസ്തുത. ദൈവത്തിൻ്റെ വചനത്തെ, ദൈവം എനിക്ക് നൽകുന്ന നിത്യജീവനെ, ജീവൻ്റെ കിരീടത്തെ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഏതോ ഒരു അനുഭവമാണ് എന്നെ പരീക്ഷയിലേക്ക് എത്തിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു കഷ്ടതയുണ്ട് എങ്കിൽ, ഒരു രോഗമോ പ്രയാസമോ ദുഃഖമോ ഉണ്ട് എങ്കിൽ, നിത്യജീവൻ പ്രാപിക്കുന്നതിന് തടസ്സമായ ഏതോ ഒരു പാപകാരണം നിങ്ങളുടെ ഹൃദയത്തെ മുന്നേ ഭരിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അത് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്തി അത് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച്, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിച്ച് തമ്പുരാൻ്റെ ഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് ആധ്യാത്മിക സഹനം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ജീവിതത്തിൻ്റെ പ്രശ്നത്തെ ഹൃദയത്തിൽ സപ്രസ് ചെയ്യുന്നതല്ല, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം കണ്ടെത്തി എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ്. അതിൻ്റെ പിന്നിലുള്ള പാപകാരണം കണ്ടെത്തി എന്നെ തന്നെ തിരുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ പ്രശ്നങ്ങളും കഷ്ടതകളും വരുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ദൈവം എന്നെ പരീക്ഷിച്ചു, ദൈവം എന്നെ പരീക്ഷിച്ചു. പക്ഷെ ഇവിടെ വളരെ കൃത്യമായി പറയുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും ഒരിക്കലും പറയരുത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ദൈവമാണ് എന്നെ പരീക്ഷിച്ചത് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. പ്രിയപ്പെട്ടവരെ,
പക്ഷേ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ്, ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ദൈവം എന്നെ പരീക്ഷിക്കുന്നു. അത് നിങ്ങൾ ഒരിക്കലും പറയരുത്. എന്നിട്ട് പറയാണ്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവം ആരെയും പരീക്ഷിക്കുന്നവനല്ല. കണ്ടോ? അപ്പോൾ പരീക്ഷകൻ പിശാചാണ്. അപ്പോൾ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് അത് പിശാചിൻ്റെ പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുത് എന്ന യാചനയാണ്. അപ്പോൾ പിശാചാണ് പരീക്ഷകൻ. പരീക്ഷകൻ എന്ന പദം തന്നെ സാത്താൻ്റെ പദമാണ്. സാത്താൻ്റെ ഒരു നാമമായി, ഒരു ഉപനാമമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പരീക്ഷകൻ എന്ന് പറയുന്ന പദം. അപ്പം അതുകൊണ്ട് ദൈവം പരീക്ഷിക്കുന്നു എന്ന വാക്ക് വാസ്തവത്തിൽ വലിയൊരു പാപമാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം പരീക്ഷകൻ സാത്താനാണ്. അപ്പോൾ ദൈവം പരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ പരീക്ഷകൻ എന്ന സാത്താൻ്റെ ഉപനാമം ദൈവത്തെ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു ദുരന്തമുണ്ട്. അങ്ങനെ ഒരു പാപം അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും പറയരുത് ദൈവം പരീക്ഷിക്കുന്നെന്ന് അറിയാതെ പോലും പറഞ്ഞു പോകരുത് എന്നുള്ളതാണ്. പരീക്ഷകൻ സാത്താനാണ്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് പറയുകയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ പരീക്ഷയുടെ ഒരു റൂട്ട് കോസായിട്ട് ഇവിടെ പറയുന്നത് എൻ്റെ മോഹങ്ങളാണ് എന്നുള്ളതാണ്. എൻ്റെ മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് ഞാൻ പരീക്ഷയിലേക്ക് വരുന്നത്, അല്ലാതെ ദൈവത്തിന് അതിനകത്ത് റോളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മോഹങ്ങളാണ് എന്നെ പരീക്ഷകളിൽ കൊണ്ടെത്തിക്കുന്നത്. ഇത് നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഗൗരവമായി ചിന്തിക്കുക. പല ആളുകളും നമുക്കറിയാം ഇന്ന് വിവിധ തര പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പലരും നേരിടുന്നവരാണ്. എന്താണ് പലരുടെയും രോഗങ്ങളുടെ കാരണമെന്ന് പരിശോധിക്കുമ്പോൾ അവരുടെ തിരക്കിട്ട ജീവിതശൈലി, അവരുടെ ഭക്ഷണം പോലും ശ്രദ്ധിക്കാതെയുള്ള ജീവിതാനുഭവം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് നാം കാണുന്ന മിക്കവാറും രോഗങ്ങൾക്ക് വിളിക്കുന്ന, വൈദ്യശാസ്ത്രം വിളിക്കുന്ന ഒരു പേരുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും. അതായത് ജീവിത രീതികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന രോഗങ്ങൾ. ഇന്ന് വാസ്തവത്തിൽ ജീവിത രീതികളുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെന്ന് വർദ്ധിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, ജീവിത രീതികൾ കൊണ്ട് രൂപപ്പെടുന്ന രോഗങ്ങളാണെന്ന് വർദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകൾ ഒരു ജീവിതശൈലിയാൽ വരുന്ന രോഗാവസ്ഥയാണ് എന്നുള്ളത് ഇന്ന് പലപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. വളരെ ഗൗരവതരമായ പല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മുടെ ജീവിതശൈലിയെ സ്വാധീനിക്കുന്ന ഘടകം? എന്താണൊരു ജീവിതശൈലി രോഗം എന്നിൽ വരാൻ കാരണമായത്? കാരണം എൻ്റെ ജീവിതശൈലി ശരിയല്ലെന്നുള്ളതാണ്. എൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിനും എൻ്റെ ജീവിത ഘടനയ്ക്കും ചേർന്നതല്ല. എൻ്റെ മോഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഞാൻ വല്ലാതെ ഓടുന്നു, നെട്ടോട്ടം ഓടുന്നു. സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ വല്ലാതെ ഓടുന്നു. ധനവാനാകുന്നതിന് വേണ്ടി ഞാൻ വല്ലാതെ ഓടുന്നു. ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, ഒരുപാട് റഷാവുന്നു, ഞാൻ മെൻ്റൽ സ്ട്രെസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നു. അങ്ങനെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന മനോജന്യ രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, മനോജന്യ രോഗങ്ങൾ, ഇതെല്ലാം വളരെ വളരെ കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 90% രോഗങ്ങളും മനോജന്യ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ പുതിയ രോഗങ്ങൾ കണ്ടെത്തുന്നതെല്ലാം തന്നെ ജീവിതശൈലിയായും മനോജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, നിങ്ങൾ വല്ലാതെ റഷാകരുത്. നിങ്ങൾ അത്രത്തോളം റഷാകുന്നതിൻ്റെ റീസൺ നിങ്ങളുടെ സാമ്പത്തിക അന്വേഷണം, നിങ്ങളുടെ ഭൗതിക സ്ഥിരത, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. സ്ഥിരത എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണാനും ഉടുക്കാനും ഉള്ളതിൻ്റെ ഓട്ടമൊന്നുമല്ല, തലമുറകൾക്ക് സമ്പാദിക്കുന്നതിൻ്റെ ഓട്ടമാണ്. ആഡംബര ജീവിതം നയിക്കുന്നതിൻ്റെ ഓട്ടമാണ്. റിസോർട്ടുകൾ പോലുള്ള വീടുകൾ പണിത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ കൊട്ടാരം പോലത്തെ ഭവനങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാശ് സമ്പാദിക്കാനുള്ള ഓട്ടമാണ്. അതുപോലെ തന്നെ എന്തിനാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ ലക്ഷങ്ങൾ? ഒരു മനുഷ്യനെ ഈ ലോകത്ത് മിനിമമായിട്ട് അവൻ്റെ ജീവിതശൈലിയെ തിരഞ്ഞെടുത്താൽ അവന് ജീവിക്കാനായിട്ട് ലക്ഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ജീവിത മാർഗം മാത്രം മതി അവനെ ജീവിക്കാൻ. പക്ഷെ നമ്മൾ ഓടുകയാണ്. ഭാര്യ ജോലി ചെയ്യുന്നു, ഭർത്താവ് ജോലി ചെയ്യുന്നു, രണ്ടുപേർക്കും ലക്ഷങ്ങളുടെ ശമ്പളം കിട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം. ഇതിൻ്റെ നടുക്ക് കിടന്ന് കുട്ടികൾ പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഓട്ടത്തിൻ്റെ ഒക്കെ പിന്നിലുള്ള വികാരം? അത് മോഹം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. മോഹമാണ് എന്നെ ഇങ്ങനെ ഓടിക്കുന്നത്.
ഭൗതികമായി സമ്പാദിക്കാനും ആർജിച്ചെടുക്കാനും വേണ്ടി എന്നെ വല്ലാതെ റഷാക്കുന്നത് എൻ്റെ ഹൃദയത്തിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും ദാഹങ്ങളുമാണ്. ആ മോഹങ്ങളുടെ പിന്നാലെ ഓട്ടമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരുവൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാണ് അവന് പരീക്ഷ വരുന്നത് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ മോഹം എന്നെ ആകർഷിച്ച് വശീകരിക്കുന്നുണ്ടോ? ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മോഹങ്ങളെ ഞാൻ ഉപേക്ഷിക്കും. എന്തിനാണ് മോഹം? മോഹം എന്ന് പറയുന്ന ഒരു ഘടകത്തിൻ്റെ ആവശ്യമേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളമില്ല. യഥാർത്ഥത്തിൽ മോഹങ്ങളൊന്നും വേണ്ടാത്തവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എന്താണ് മോഹം? എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷയിലേക്ക് മോഹം രൂപാന്തരപ്പെടുന്ന, അത് മരണത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഫിസിക്കൽ ഡെത്ത് എന്ന അർത്ഥത്തിൽ മാത്രം അതിനെ എടുത്താൽ പോരാ. അത് എൻ്റെ സ്പിരിച്വൽ ഡെത്താണ്. വാസ്തവത്തിൽ മരണത്തെ പെറുന്നു. അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടത്. എൻ്റെ ജീവകിരീടം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ നിത്യജീവൻ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ പരീക്ഷയിലൂടെ എൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിത്യജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിത്യമരണത്തിൻ്റെ അവസ്ഥയിലാണെന്നുള്ളതാണ്. അപ്പോൾ പാപം മുഴുത്തിട്ട്, മോഹമാണ് എന്നെ പാപത്തിലേക്ക് നയിച്ചത്, പാപമാണ് എന്നെ നിത്യമരണത്തിലേക്ക്, നിത്യജീവൻ്റെ കിരീടം പ്രാപിക്കുന്നതിന് തടസ്സമായ നിത്യമരണത്തിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായി സഹോദര സഹോദരി, നീ മനസ്സിലാക്കണം, നിന്റെ പരീക്ഷയുടെ പിന്നിലുള്ള കാരണം എന്നത് നിന്റെ മോഹമാണ്. ആ മോഹമാണ് തിരുത്തപ്പെടേണ്ടത്. അപ്പോൾ പരീക്ഷ സഹിക്കുക എന്ന് പറയുന്ന വേദപുസ്തക പദത്തിൻ്റെ യഥാർത്ഥാർത്ഥം എൻ്റെ പരീക്ഷയ്ക്ക് കാരണമായ എൻ്റെ മോഹമെന്ന പാപത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിച്ച്, അത് ഇനി ഞാൻ അതിനെ ഹൃദയത്തിൽ താലോലിക്കുകയില്ല എന്ന് തീരുമാനിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടുള്ള ഒരാധ്യാത്മിക ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥ സഹനം എന്ന് പറയുന്നത്. അതിലേക്കാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത്. എൻ്റെ രോഗത്തിൻ്റെ പെയിൻ ഞാൻ ഉൾക്കൊള്ളുന്ന സഹനമല്ല, മറിച്ച് എൻ്റെ ഭൗതിക മോഹങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതത്തോട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പെയിനുണ്ട്. എൻ്റെ മോഹങ്ങളെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ എനിക്കൊരു പെയിനുണ്ട്. ആ പെയിനാണ് വാസ്തവത്തിൽ, ആ പെയിൻ ക്രിസ്തുവിൽ സഹിക്കുന്നതാണ് യഥാർത്ഥ സഹനം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ശരീരത്തിന് രോഗം ഉണ്ടാകുമ്പോൾ ഉള്ള പെയിൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല യഥാർത്ഥ സഹനം. എൻ്റെ മോഹങ്ങളെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ, എൻ്റെ പരീക്ഷയ്ക്ക് കാരണമായി അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്ന മോഹത്തെ വേണ്ട എന്ന് എനിക്ക് വയ്ക്കും. ആ മോഹം എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മോഹം എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ലക്ഷ്യമാണ്. അതിനെ ഞാനങ്ങ് വേണ്ടാന്ന് വയ്ക്കുകയാണ്. ആ വേണ്ടാന്ന് വെപ്പോൾ എനിക്ക് പെയിൻ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ആ പെയിൻ ക്രിസ്തുവിൻ്റെ ഹിതം നടപ്പാക്കുന്നതിന് സഹിക്കുന്നതാണ് യഥാർത്ഥ സഹനം എന്ന് പറയുന്നത്. ഈ ഒരു സഹനത്തിലേക്കുള്ള ഒരു വെളിച്ചമാണ് ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മളെ ഹൃദയങ്ങളിൽ വീശുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. യഥാർത്ഥ സഹനത്തിൻ്റെ അർത്ഥമെന്തെന്ന് നമ്മളെ പഠിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരാധ്യാത്മിക സമർപ്പണത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ നയിക്കട്ടെ. നീ ഒരിക്കലും പറയരുത് ദൈവം എന്നെ പരീക്ഷിച്ചു എന്ന്. ആ ബോധ്യവും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങളുടെ പിന്നിലുള്ള കാരണം ഞങ്ങളുടെ മോഹങ്ങളാണ് എന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നയിക്കണമേ. ആ മോഹങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ച് അവിടുത്തെ ഹിതത്തിന് ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ മോഹങ്ങളെ വിടുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന, അത് അവിടുത്തെ ഹിതത്തെ പ്രതി സഹിക്കുമ്പോൾ ഞങ്ങൾക്ക് സംലഭ്യമാകുന്ന നിത്യജീവൻ സ്വന്തമാകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.